ജ്യോതികയ്ക്ക് വിശേഷം ആയതുകൊണ്ടാണോ രണ്ടുപേരും രണ്ട് വീട്ടിൽ കഴിയുന്നത്? നിങ്ങൾ ഇനി കല്യാണം കഴിക്കുന്നില്ലേ? നിങ്ങൾക്ക് വിഷമമില്ലേ? നിങ്ങൾ കരയാറില്ലേ? പിന്നെ ചോദിക്കരുത് കേസ്. കൊറേ പേര് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് കോടികളാണോ ലക്ഷങ്ങളാണോ കിട്ടുന്നത്. നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയോ? എന്നാൽ എത്ര കിട്ടും? കുഞ്ഞാതെന്തിനാ അങ്ങനെ പറയുന്നത്? അത് കണ്ടിട്ട് പേരൻസ് ഇതൊന്നും കാണുന്നില്ലെന്ന് ചോദിക്കുന്നത് അതെന്താ? നമ്മളെന്തോ 18 വയസ്സിന് താഴെയുള്ള പിള്ളേരാണോ? ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ കുറെ നാൾക്ക് ശേഷം നമ്മൾ വരുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വ്ളോഗായിട്ട് വരുന്നത്. അപ്പൊ ഈ വ്ളോഗിനകത്ത് പറയുന്നത് നിങ്ങളെ കുറെ പേര് ചോദിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ നമ്മൾ നാട്ടിൽ പോലും ഇറങ്ങിക്കഴിഞ്ഞ് എല്ലാരും ചോദിക്കുന്നതുമായിട്ടുള്ള Q&A. അപ്പൊ നമ്മുടെ Q&Aയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്വസ്റ്റ്യൻ പറയാൻ ഒരാളെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അത് ആരാണെന്ന് നമ്മൾ ലാസ്റ്റ് പറയാം. അപ്പം നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇനി കല്യാണം കഴിക്കുന്നില്ലേ? കല്യാണം കഴിക്കാൻ ആക്ച്വലി ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. അങ്ങനല്ല, കല്യാണം കഴിക്കും. എന്താണ് കല്യാണം കഴിക്കും, പക്ഷെ ഇപ്പൊ കല്യാണം കഴിക്കാണ്ട അങ്ങനെ ഒരു ആവശ്യകത ഉണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ആവശ്യകതയൊന്നുമില്ല. പക്ഷെ നമ്മൾ കല്യാണം കഴിക്കും. ഉടനെ ഉണ്ട്. ഈ വർഷം തന്നെ നമ്മുടെ കല്യാണം ഉണ്ട്. ഈ വർഷം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് തന്നെ നമ്മുടെ കല്യാണം ഉണ്ട് ഗൈസ്. വെയിറ്റ് ആൻഡ് സീ. പ്രത്യേകിച്ച് സീ ചെയ്യാനൊന്നുമില്ല, എന്നാലും വെയിറ്റ് ആൻഡ് സീ. അതാ, എന്നാലും സീ. അപ്പൊ അല്ല ഓക്കെ. അപ്പൊ കല്യാണം കഴിയുമ്പോഴത്തേന് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് അല്ലെങ്കിലും ഭൂരിഭാഗം പേരും വിചാരം നമ്മുടെ കല്യാണം കഴിഞ്ഞു എന്നാ. ഞാൻ ഇപ്പോഴും ആരോടെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോഴും എല്ലാരും ചോദിക്കുന്നത് ഭർത്താവ് എന്തിയെന്ന്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും കിട്ടുന്ന പ്രതീക്ഷിക്കും. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഉടനെ ഉണ്ട്. ജ്യോതികയ്ക്ക് വിശേഷം ആയതുകൊണ്ടാണോ രണ്ടുപേരും രണ്ട് വീട്ടിൽ കഴിയുന്നത്? ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇതിന്റെ ആൻസറും ഉണ്ട്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ ഗർഭിണിയാകാവുന്നത്ര ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ ഒരു വീഡിയോയുടെ അടി വന്നിട്ടുള്ള ഒരു കമന്റ് ആണിത്. Q&A. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ടതാണ്. പിന്നെ എന്റെ വയറിപ്പം ഞാൻ ഇച്ചിരി വണ്ണം വെക്കുകയും വയറ് വെക്കുകയൊക്കെ ചെയ്ത ആൾക്കാർക്ക് ഇനി അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിലോ. ക്ഷീണിച്ചു ഇല്ല, ഗർഭിണിയൊന്നും അല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഗർഭിണിയായിട്ടും അല്ല. നമ്മൾ രണ്ട് വീട്ടിലാണ് നിൽക്കുന്നത്. എന്നാൽ നമ്മൾ രണ്ടുപേരുടെ വീട്ടിൽ നിൽക്കാറുമുണ്ട്. കല്യാണം കഴിച്ചത് അതിനകത്തൊരു ബാധകമായി നമ്മൾ ചെയ്യാറില്ല. നമ്മൾ രണ്ട് വീട്ടിൽ നിൽക്കാറുണ്ട്. പ്രഗ്നന്റ് ആയിട്ട് ഞാൻ എന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നതല്ല. നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരുമിച്ച് താമസിക്കുള്ളൂ. അല്ല, പെർമനന്റ് ആയിട്ട് ഒരുമിച്ച് താമസിക്കുള്ളൂ. ഇപ്പൊ കല്യാണം കഴിയാത്തതുകൊണ്ട് നമ്മൾ രണ്ട് വീട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് വീട്ടിൽ നിൽക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് മാത്രമാണ് നമ്മൾ ഒരുമിച്ച് വരുന്നത്. അല്ല, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് കാണാൻ വേണ്ടിയും വീഡിയോ എടുക്കാൻ വേണ്ടിയിലാണ് നമ്മൾ ഒരുമിച്ച് വരുന്നത്. എന്തുവാടാ ഗർഭിണിയല്ല ഗൈസ്, ഇത് ഞാൻ തിന്നുണ്ടാക്കിയതാ, അധ്വാനിച്ചുണ്ടാക്കിയതാടാ, ഒറ്റയ്ക്ക് വഴിവേറ്റി വന്നതാ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും ജോലി എന്താ? ഒരു പണിയില്ല. എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഒരു പണിയില്ല. നമ്മള് കുഞ്ഞാതെന്തിനാ അങ്ങനെ പറയുന്നത്? എനിക്ക് നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ പണി നമുക്ക് നമ്മുടെ പണിയാണിത്. അത് നിങ്ങൾ എല്ലാവർക്കും എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടെന്നാണ്. നമ്മുടെ ജോലിയാണിത്. നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. നമ്മൾ രണ്ടുപേരും അതിനു മുന്നേയും വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, സ്വാഭാവികമായിട്ടും ഇല്ല. നമ്മുടെ ജീവിത പശ്ചാത്തലമാണ് നമ്മൾ ഇങ്ങനെ ഒരു ജോലിയിലേക്ക് നയിച്ചത്. യദുകൃഷ്ണൻ കൂടെ പറയടാ. അതാണ് ഗൈസ്, അതുകൊണ്ടാണ് നമ്മളിപ്പം നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ജീവിക്കുന്നു. നമ്മളൊരു ഇൻഫ്ലുവൻസർ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല രീതിയിൽ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ ഫ്ലവേഴ്സ്, മഴവിൽ മനോരമയിലൊക്കെ പോയി ഞാൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്, സ്കിറ്റ് ചെയ്യാറുണ്ട്. ഞാനൊരു സകലകല പിന്നെ 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 പറഞ്ഞ പാട്ട് പാടും, ഞാൻ ഡാൻസ് കളിക്കും. അതൊന്നും ജോലിയല്ല. പിന്നെ പിന്നെന്തായിരുന്നു, പിന്നെ ഉണ്ട് ജോലി. നമുക്കൊരു യാത്രിക പേജ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട് ഗൈസ്. നമ്മള് രണ്ടുപേരും, നമ്മുടെ ഫൗണ്ടർ ആണ് രണ്ടുപേരും, കോ ഫൗണ്ടർ. അപ്പം അങ്ങനെ അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും
നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രം മുന്നോട്ട് നല്ല രീതിയിൽ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പൊ അതിന് എല്ലാവർക്കും നന്നായിട്ട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് പിന്നെ ചോദിക്കരുത് ഗൈസ് ജോലി എന്താന്ന്. ജോലി ഇല്ലെങ്കിലും ജീവിക്കാൻ വേണ്ടി കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ജോലി ഇല്ലാത്തവർക്ക് പൈസ തരുമെന്ന്. എന്താന്ന് വെച്ചാൽ തന്നോണം. അറിഞ്ഞൂടാ. എന്താണെങ്കിലും ജോലി ഉണ്ട് ഗൈസ്. ഞങ്ങൾക്ക് ജോലിയുണ്ട്. ഞങ്ങൾ ഇതൊരു ജോലിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് ആത്മാർത്ഥമായും കൃത്യനിഷ്ഠയോടുകൂടിയും ചെയ്യുന്നില്ല. രാവിലെ തൊട്ട് നമ്മള് വീഡിയോ എടുക്കുന്നുണ്ട്. ചില ദിവസം വീഡിയോ എടുത്താലും ഇടാൻ പറ്റണം എന്നില്ല. പിന്നെ ചിലത് കേറണം എന്നില്ല. നമുക്ക് ഇതിൽ നിന്നൊരു വരുമാനവും കിട്ടുന്നുണ്ട് ഗൈസ്. കഴിഞ്ഞ മാസം ഒന്നുമില്ല. അതാ ചില മാസം നമ്മുടെ ചില മാസങ്ങൾ ചിലര് ജോലിക്ക് പോകത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളും ചില മാസങ്ങൾ നമ്മളൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് എന്നാലും നമുക്ക് ജീവിച്ചു പോകാനുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ, നെക്സ്റ്റ്. നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയോ? എന്നാൽ എത്ര കിട്ടും? അത് പറഞ്ഞ പോലെ തന്നെ മോണിറ്റൈസേഷൻ ആയി. നമ്മള് മോണിറ്റൈസേഷൻ ആയി. ദൈവം സഹായിച്ച് നമുക്ക് 2ാമത്തെ മാസം തന്നെ മോണിറ്റൈസേഷൻ ആയിരുന്നു. യൂട്യൂബിന്. ഇൻസ്റ്റാഗ്രാമിന്റെ മോണിറ്റൈസേഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. യൂട്യൂബിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആയതാണ്. അഹങ്കാരം കൊണ്ടാണോ നമ്മുടെ ഇതുകൊണ്ടാണ് എന്തോന്ന് അറിഞ്ഞൂടാ. 2ാമത്തെ മാസം മോണിറ്റൈസേഷൻ ആയി നമുക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജോലിയും ചെയ്യുന്നുണ്ട്. മോണിറ്റൈസേഷൻ ആയി ഗൈസ്. മോണിറ്റൈസേഷൻ ഫേസ്ബുക്കിലും ആയിട്ടുണ്ട് ഗൈസ്. ആയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് കഞ്ഞി കുടിച്ച് പോകുന്നത്. അതാണ് നമുക്ക് അതിനകത്തുനിന്ന് ഒരു വരുമാനം കിട്ടുന്നുണ്ട് ഗൈസ്. നമ്മൾ അതുകൊണ്ടാണ് വീഡിയോ മാക്സിമം ഒക്കെ ഇടാൻ നോക്കുന്നത്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഇപ്പൊ കാണുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഗൈസ്. അപ്പൊ എല്ലാരും നമുക്ക് അഹങ്കാരം ഒന്നുമില്ല. നമ്മള് അല്ല എന്തുവാ ഇവളെന്താ അടിച്ചിട്ടുണ്ട്? ഇല്ലില്ല, അഹങ്കാരമായിട്ടല്ല ഗൈസ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു വീഡിയോ എടുത്ത് പറയാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ഒക്കെ വീഡിയോ നിങ്ങൾ തന്നെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഞാൻ അങ്ങനത്തെ ഒത്തിരി സംസാരിക്കത്തില്ല. ഞാൻ ശരിക്കും സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ വീഡിയോയുടെ മുന്നിൽ അങ്ങനെ ഒത്തിരി സംസാരിക്കത്തില്ല. അങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ ഓവറാണ്. കുറെ കമന്റ്സും കാര്യങ്ങളും ഇപ്പോഴും വരുന്നുണ്ട്. എന്നാൽ പോലും എനിക്ക് അതിലത്ര ഇതായിട്ട് തോന്നുന്നില്ല. ഓവറാ. നമ്മളിപ്പം ഞാനായിട്ട് തന്നെ നിന്നിട്ടുള്ളത് എപ്പോഴും അല്ലേ? ഞാനും. പക്ഷെ ഇപ്പൊ ഞാനാ നമുക്ക് മോണിറ്റൈസേഷൻ ആയി ഗൈസ്. എത്ര രൂപ കിട്ടുമെന്ന് അത് നമ്മളെ ഡിപ്പെൻസ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും. കഴിഞ്ഞ മാസം ഒന്നും ഇല്ലായിരുന്നു. ഒത്തിരി ഉണ്ടായിരുന്നു. കാര്യം ഞാനും ഇവിടെ ഇല്ലായിരുന്നു. ഇടയ്ക്ക് 2 തവണയൊക്കെ നമ്മളും ഫ്ലവേഴ്സിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ പോകേണ്ട ടൈമിൽ നമുക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തത് കൊണ്ട് കഴിഞ്ഞ മാസം നമുക്കൊന്നും ഇല്ലായിരുന്നു. കണ്ടിന്യൂസ് ഒന്നല്ല, കഴിഞ്ഞ മാസം വീഡിയോസ് ഇട്ടിട്ടില്ലായിരുന്നു. അതെ, അന്നപ്പം അതില്ലായിരുന്നു. അതിന് മുന്നേ ഒക്കെ നമുക്ക് ഇപ്പം കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് എനിക്ക് കോടികളാണോ ലക്ഷങ്ങളാണോ കിട്ടുന്നത്. നമ്മുടെ വീടിന്റെ അടുത്തുള്ളവര് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ സ്വർണ്ണ ബിസ്ക്കറ്റ് ഇവിടെ അടുക്കി വെച്ചേക്കോ ഗൈസ്. മുറിക്കകത്തൊരു മുറി മൊത്തം സ്വർണ്ണ ബിസ്ക്കറ്റ്. എന്റെ വീട്ടിൽ സിൽവർ. We are rich. Next question. നിങ്ങളുടെ പ്രൈവറ്റ് കാര്യങ്ങൾ എന്തിനാ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടാറില്ല. ഇട്ടിട്ടില്ല. കാര്യം നമ്മുടെ അങ്ങനത്തെ ഒന്നും ഇടാൻ കൊള്ളാവുന്നതല്ല. അയ്യേ, നിങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കരുത്. ഞാൻ അതല്ല മീൻ ചെയ്തത്. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ പ്രൈവറ്റ് ആയിട്ട് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ദേഷ്യപ്പെടാറുണ്ട്. അതായത് നമ്മള് വഴക്കുണ്ടാക്കാറുണ്ട്. ഞാൻ പറയാം. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇടാറുള്ളതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ അടുത്ത് തന്നെ ഉള്ള കാര്യങ്ങള്, നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ടിന്റെ റീക്രിയേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തര് എന്തൊക്കെ പറയുന്ന അതിനുള്ള റിയാക്ഷൻസ്, അങ്ങനെയുള്ള പറയാറുള്ളൂ. അതെ, അതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് എടുത്ത് ചെയ്യാനാണ് മിക്കവാറും ശ്രമിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന, അല്ലാണ്ട് നമ്മള് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി നമ്മള് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. പിന്നെ സിനിമയ്ക്കകത്ത് ഇതൊക്കെ ചെയ്യാറില്ലേ എന്ന് പറഞ്ഞോണ്ട് അവര് ജീവിതത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുകയാണോ? ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളെ സിനിമാ നടിയും സിനിമാ നടനായിട്ട് കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഗൈസ്, നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഓരോ ഇൻഫ്ലുവൻസേഴ്സ്, ഓരോ ഈ റീൽസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാര്
അവര് പരിചയമില്ലാത്തവര് ആ, തമ്മില് അങ്ങനെയുള്ള ഇന്റിമസി അതെ, വീഡിയോസ് ഒക്കെ അത്ര ചെയ്യാറുണ്ട്. ഇതായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. ഞങ്ങൾ നമ്മൾ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള നമ്മളൊന്ന് ഉമ്മ വെച്ചെന്ന് പറഞ്ഞ ഒന്ന് കെട്ടിപ്പിടിച്ച് അന്നാ അത് അഭിനയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അല്ല. നമ്മൾ ഉമ്മ കൊടുക്കാറുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ സ്നേഹിച്ചോണ്ട് കൊടുക്കുന്ന ഉമ്മയൊന്നും നിങ്ങൾ വീഡിയോക്കകത്ത് നമ്മളിട്ട് പോസ്റ്റ് ചെയ്യാറില്ല. ഇനി ആട്ടോ നമുക്ക് ശ്രമിക്കാം. അതാ കല്യാണം കഴിഞ്ഞിട്ട് ശേഷം നിങ്ങൾ അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു ഇപ്പഴിങ്ങനെ പറയാതെ അതുകൊള്ളു. അടുത്തത് നമ്മളൊരു വീഡിയോ അംശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബിൽ അത്യാവശ്യം നമുക്ക് രണ്ടുപേർക്കും പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. അപ്പം നമ്മളത് ആ ഒരു രീതിയിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ പോലും നമുക്കത് എടുത്ത് പൂർത്തീകരിക്കാം. എന്നാൽ പക്ഷെ കുറെ പേര് ഇൻസ്റ്റാഗ്രാമിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട്, അയ്യോ ഒരു സിനിമ കണ്ടു തീരുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഭയങ്കര ഇതൊക്കെ പറഞ്ഞവരുണ്ട്. ഫേസ്ബുക്കിലോട്ട് ചെന്ന് ഓ മൈ ഗോഡ്, എന്താ നിങ്ങൾ കാണിച്ചു വെച്ചേക്കുന്നത്? കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാ എന്തിനാ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പോകുന്നത്? കുട്ടികൾക്ക് ഇങ്ങനെ ഒത്തിരി ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാ ഒരു അസുഖമുണ്ട്, വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കുഞ്ഞു പിള്ളേർക്ക് ഫോൺ കൊടുക്കരുത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് സിനിമയായിട്ട് അല്ല, സിനിമയെന്നല്ല, ഒരു റീലായിട്ട് കാണുക. അതിപ്പോ ഞങ്ങൾ രണ്ടുപേരും, ഇപ്പൊ ഞാൻ പേര് പരാമർശിച്ച് പറയുന്നില്ല, കുറെ പേര് അങ്ങേയറ്റം ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഓക്കെ, അവരൊക്കെ പൈസക്ക് വേണ്ടിയും അതിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് അത് നെഗറ്റീവ് വരുന്നുണ്ട്, പോസിറ്റീവ് വരുന്നുണ്ട്. നമ്മൾ ഒരു ചെറിയൊരു 3-4 മിനിറ്റിന്റെ സാധനം ഇടുന്നതിന് നമ്മൾ പ്രൈവറ്റ് ഒരു 4 ചുമരിലുള്ള സാധനം, വീട്ടിനകത്ത് ചെയ്യേണ്ട സാധനം നാട്ടുകാരെ കാണിക്കുന്ന രീതിയിലല്ല നമ്മൾ ഇട്ടേക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിനകത്ത് ഒരു വീഡിയോ ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് കൊള്ളാം, അത് ചെയ്താൽ കൊള്ളാന്ന് തോന്നുന്ന ഒരു സാധനമാണ് നമ്മൾ നിങ്ങളിലോട്ട് എന്തോരം പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് കണ്ടിട്ട് സ്നേഹം തുളുമ്പുന്ന കുറെ പേരുണ്ട്. നമ്മളെ കണ്ട കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരുന്ന എന്തോ എത്ര അമ്മമാരുണ്ട്. ചിലരൊക്കെ ഇപ്പോഴും ഈ ഫേസ്ബുക്കിനകത്ത് ഞാനിപ്പോ പറഞ്ഞില്ലാത്ത തന്നെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കും ഞാൻ നല്ല രീതിയിൽ പറയണം, നമ്മളത് പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങളല്ല നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ എത്തിക്കാനാണെങ്കിൽ നല്ലതും ഉണ്ട് ചീത്തയുണ്ട്. നമ്മൾ ഒന്നും സോഷ്യൽ മീഡിയയിൽ ഇടാറില്ല. സാഹചര്യം വന്ന ഇടാം. അതെ, ഇതുവരെയും അങ്ങനെ ഇട്ടിട്ടില്ല. നമ്മളൊന്ന് ഉമ്മ കൊടുത്തെന്ന് പറഞ്ഞോ കെട്ടിപ്പിടിച്ചെന്നോ പറഞ്ഞിട്ട് ആരെങ്കിലും ചീത്തയാകാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അത് കണ്ടിട്ടായിരിക്കത്തില്ല ചീത്തയാകുന്നവർ. അങ്ങനെ ചീത്തയല്ല, അത് കണ്ടിട്ട് പിള്ളേർ ചീത്തയാവുന്ന ആയിക്കോട്ടെ. അതെല്ലാം മാത്രല്ല, അത് കണ്ടിട്ട് ആരും ചീത്തയാകുന്നില്ല. ചീത്തയാകേണ്ടവരെ ചീത്തയാകുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ഒരു വീഡിയോ കണ്ട് ചീത്തയാകാൻ വേണ്ടി മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യിക്കുക. അല്ലാണ്ട് ഞാൻ ഇവനെ ഉമ്മ വെച്ചെന്നോ ഇവൻ എന്നെ ഉമ്മ വെച്ചെന്നോ പറഞ്ഞാൽ ആരെയും ഉമ്മ വെക്കും. നാളെ ഒരു ചെറുക്കനെ കണ്ടിട്ട് ഉമ്മ വെക്കാനൊന്നും പോകരുത് കേട്ടോ ഗൈസ്. നമ്മൾ അങ്ങനൊന്നും വെച്ചിട്ടല്ല ചിത്രീകരിക്കുന്നത്. നമുക്ക് ഇഷ്ടമാണ്, എനിക്ക് പണ്ടേ ഇഷ്ടമാണ് റീലൊക്കെ ചെയ്യാൻ. യദുകൃഷ്ണക്ക് ഇപ്പം പൈസക്ക് വേണ്ടിയല്ല ഗൈസ്, അവനും ഇഷ്ടമാണ്. നമ്മളത് എൻജോയ് ചെയ്തിട്ടാണ് രണ്ടുപേരും ചെയ്യുന്നത്. നിങ്ങളും ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്ത് മനസ്സിലാക്കണം. എനിക്ക് പണ്ടൊന്നും ഞാൻ ഡയലോഗ് പറഞ്ഞ റീല് ചെയ്തിട്ടില്ല, ഇപ്പൊ കഷ്ടപ്പാടാ. എന്റെ എഫേർട്ടിനെ ഞാൻ നിങ്ങൾ എത്രത്തോളം കാണുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ യദുകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ എന്തോരം ബുദ്ധിമുട്ട് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നതെന്നുള്ളൊരു കമന്റ് ഒക്കെ ഇടുന്നതാണ്. നിനക്ക് ഒരു കുഴപ്പമില്ല, നീ നിന്റെ പെൽവിക്ക് ഇട്ട് അനക്കുന്നുണ്ടല്ലോ. അത് പേര് പറയുന്നത് നമ്മള് ഒരു ആണ് കമന്റ് ഇട്ടേക്കുന്നത്. പുള്ളിക്കാരന് നമ്മൾ അറിയാവുന്ന രീതിയിലാണ് വന്നിട്ട് പറഞ്ഞേക്കുന്നത്. ഇതേപോലെ ഞാനിത് ചിരിയാ. പുള്ളിക്കാരൻ പറയാ, എടാ നിനക്ക് നാണം ഉണ്ടോടാ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാൻ? ഇവന്റെ വീട്ടിലോട്ട് വന്ന് നോക്കി ഇവൻ ഓടിച്ചാടി നടക്കുവാന്ന്. ഞാനിങ്ങനെ ഇതിനെ പറ്റിക്കോണ്ടോടാ, നീ വീട്ടിൽ ചെന്ന് ഓടിച്ചാടി നടക്കാണോ? കൊറേ ഉണ്ട് ഇങ്ങനത്തെ, കൊറേ നല്ല നല്ല കമന്റ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരാളെ പറ്റിച്ച് ജീവിക്കാനാണെങ്കിൽ അത് അത്ര മണ്ടരാണോ സോഷ്യൽ മീഡിയയിലുള്ളത്? എനിക്ക് ഈ കൈ കൊണ്ട് ഇങ്ങനെ അനക്കാം. അവന് നമ്മൾ എന്തോരം ബുദ്ധിമുട്ടിയിട്ടാന്നറിയാം. ഇപ്പം അവനാണെങ്കിൽ ശ്വാസത്തിന്റെയാണ് ഇവൻ ഈ കിടന്ന് ഞെരിപിരി കൊള്ളുന്നത്. ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഒരു വീഡിയോ ചിലപ്പോൾ ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ ഇപ്പോഴത്തെ വെയിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ മിക്കവാറും ചില വീഡിയോസ് രാവിലെ ഉച്ചവരെയുള്ള ടൈമിലാണ് ചെന്ന് ചെയ്യുന്നത്. ചുട്ടുപൊള്ളും. ഞാനും എന്റെ നാത്തോനും എന്റെ ചേച്ചിയും കൂടെ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് റോഡ് പൊള്ളുക, ചെരുപ്പില്ലാണ് നമ്മൾ കളിക്കുന്നത്. അതുപോലെ അവനിപ്പോ ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കേണ്ട സമയത്ത് ഞാൻ അത്രയും നമ്മളൊരു 3-4 ടേക്ക് എടുത്തിട്ടായിരിക്കും ചിലപ്പോ ഒരു ഡാൻസ് ശരിയാകുന്നത്. അങ്ങനെ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് നമുക്ക് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഫസ്റ്റ് ഒരു ദിവസം പവിഴമല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ് എല്ലാരും നമ്മുടെ വീഡിയോ കുറെ പേര് ഷെയർ ചെയ്ത് അത്യാവശ്യം റീച്ച് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണത്.
അതിനകത്ത് യദുകൃഷ്ണൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഫസ്റ്റ് ദിവസം വന്നിട്ട് ഇതേപോലെ വീഡിയോ ചെയ്ത് നമ്മൾ ഡാൻസ് ചുമ്മാ ചെയ്ത് നോക്കി. നമ്മൾ ഫസ്റ്റ് ദിവസം ഇങ്ങനെ വന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടില്ല. കുഞ്ഞ ഞാൻ വല്ലാണ്ടിരിക്കുന്നടാ, ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ശരിക്കും കളിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്റെ ഇവിടെ മാത്രമല്ല അനങ്ങുന്നുള്ളൂ, കൈ മാത്രമേ അനക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ. അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞു എന്തായാലും നമുക്ക് കളിച്ചു നോക്കാം. ശരിക്കും ആ വീഡിയോക്ക് ഞാൻ കളിച്ചതിനെക്കാട്ടും ഭംഗിയായിട്ട് അവൻ കളിച്ചിട്ടുണ്ട്, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തോരം എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അത് കഴിഞ്ഞപ്പോ എന്റെ യൂറിൻ പോയി. അതെ, നമ്മൾ അവിടെ ചെന്ന് നിന്ന് ഡാൻസ് എല്ലാം കളിച്ച് മൊത്തത്തിൽ 2 വീഡിയോ എടുക്കാന്നുള്ള രീതിയിലാണ് പോയത്. ആ 2 വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരു വീഡിയോ കഴിഞ്ഞപ്പോഴും യൂറിനെല്ലാം പോയി നമ്മൾ അതേപോലെ തന്നെ തിരിച്ചു വരുവായിരുന്നു ചെയ്തത്. അങ്ങനെ ബോഡി ഒത്തിരി ഇട്ട് ഇതാക്കുമ്പോഴത്തേന് നമ്മുടെ ഒരു വീഡിയോയുടെ പുറകിൽ എന്തോരം എഫേർട്ട് ഉണ്ടല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ നേരിടുന്ന നമ്മളൊരു വീഡിയോ എടുക്കാൻ നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. സാധാരണപ്പെട്ട എഫേർട്ട് എല്ലാരും ഇടുന്നുണ്ട്, പക്ഷെ നമുക്ക് കുറെ അതെ ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസും അതിന്റെ പുറകെ പിന്നെ ഓരോരോ പ്രശ്നങ്ങളും നമുക്ക് വരാൻ പോകുന്നത് ആ ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേനും. നമ്മളൊരു വീഡിയോ സാധാരണ 2 പേര് ഒരു റീല് ക്രിയേറ്റ് ചിലപ്പം അവർക്ക് ഒരു ദിവസം 4-5 വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരെണ്ണം തന്നെ എടുക്കാൻ പറ്റുന്നതിന്റെ പാട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതെ, അപ്പം അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ എല്ലാവരും നല്ല വീഡിയോ ആയിട്ട് തന്നെ കാണുക. അത് നെഗറ്റീവ് ചിന്തിക്കാതെ അത് നമ്മൾ എന്തോരം ബുദ്ധിമുട്ടി നല്ല രീതിയിൽ എല്ലാവരിലോട്ട് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ആ ഒരു രീതിയിൽ തന്നെ എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പേരൻസ് ഇത് കണ്ടാൽ ഒന്നും പറയില്ലേ? കാണുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഫോണ് ഉള്ള ആൾക്കാരാണ്. അവർക്ക് എന്റെ അമ്മയ്ക്കും അച്ഛനും ഫോണുണ്ട്, അവന്റെ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും ഫോണുണ്ട്. എന്റെ അമ്മയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതാണ് പറഞ്ഞത്, ലാസ്റ്റ് പറഞ്ഞത് എന്റെ അമ്മയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും കാണുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും വീട്ടുകാർ തന്നെ എന്നാണ് ഞാൻ എന്റെ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം അച്ചാച്ചൻ എല്ലാ വീഡിയോയിലും ലൈക്ക് 2 തവണ മാക്സിമം ചെയ്യാൻ പറ്റുമെങ്കിൽ അച്ഛൻ ആകെയുള്ള സങ്കടം അച്ഛനും വീഡിയോക്കകത്ത് കൂടുതൽ വരണം എന്നാണ് അച്ഛൻ പറയുന്നത്. അതാ ഞങ്ങളെക്കാളും വലിയൊരു ഇൻഫ്ലുവൻസർ ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഒതുക്കിയിട്ടേക്കുവാണ്. അപ്പൊ അങ്ങനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടുകാർ തന്നെയാണ്. അവര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഒരു ഉമ്മ കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്ന് കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞോ കണ്ടിട്ട് അത് അയ്യോ നിങ്ങള് അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് നാട്ടുകാർ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരാ പറയേണ്ടത്. ശരിക്കും ഞാനാണ് പെണ്ണ്, അവനെ ഉമ്മ വെക്കുന്നതോ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നതോ കണ്ടിട്ട് നാട്ടുകാർ ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരെയാണ് പറയേണ്ടത്. അയ്യോ നിങ്ങളെ എന്തിനാ വളർന്നത്. എന്റെ അച്ഛനും അമ്മ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞാനൊരു അഡൾട്ട് ആണ്, എനിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് നല്ല പക്വതയുണ്ട്, അറിവുണ്ട്, ഇതുണ്ട്. ഞങ്ങൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്റെ അച്ഛനും അമ്മയും അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ മോശക്കാരാക്കേണ്ട രീതിയിൽ ഞാൻ ഒന്നും ചിത്രീകരിച്ചിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുമില്ല. അങ്ങനെ ചെയ്താൽ തന്നെ അത് എന്റെ കൂടെ അല്ലേ, കുഴപ്പമില്ല. അല്ല, എനിക്ക് അങ്ങനെ ബോധ്യമുണ്ട്. കാര്യം ഞാൻ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ല, ഞാനൊന്ന് ഉമ്മ വെച്ചെന്ന് പറഞ്ഞാലോ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാലോ ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന ഒരു ലോകമാണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു പോട്ടെ എന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് അതിനകത്തൊന്നുമില്ല. എന്റെ അച്ഛനും അമ്മേനും എന്നോടൊന്നും പറയാറില്ല മോളെ അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഒന്നും പറയാറില്ല. കാര്യം അവര് അത് വീഡിയോ ആയിട്ടേ കാണാറുള്ളൂ, അല്ലാണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവനെ മോനായിട്ട് തന്നെ കാണുന്നത്. നമ്മളിപ്പോ എൻഗേജ്മെന്റ് അറേഞ്ച് മാരൊന്നും ചെയ്ത് വന്നവരൊന്നും അല്ല, നമ്മള് ഇതിനു മുന്നേ റിലേഷനാണ്. നമ്മള് രണ്ടുപേരും സ്നേഹിച്ചോണ്ടിരുന്നവരാ. നമുക്ക് ഇത് ഇപ്പൊ ഇങ്ങനെ ചെയ്യല്ലേ, ഉമ്മ വെക്കല്ലേ, ചിരിക്കല്ലേ. ഇപ്പൊ ഞങ്ങള് 4 പേര് കണ്ടോണ്ട് നോക്കുന്നു, അന്നാരും അങ്ങനല്ല. നീ എന്ത് ഇങ്ങനെ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മള് വല്ലപ്പോഴും കാണുമ്പോ നമ്മള് ഉമ്മ വെക്കുന്നു, ഉമ്മ വന്നിട്ട് പോകുന്നു. ഇപ്പൊ നമ്മള് എനിക്ക് പൊതുവെ ഞാൻ പണ്ടോട്ടെ പെൺപിള്ളേർക്ക് എല്ലാവർക്കും ഉമ്മ കൊടുക്കുന്നു. അതായത് എന്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ പെൺപിള്ളേർ അങ്ങനല്ല, പെൺപിള്ളേർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വീട്ടിലാണെങ്കിലും അച്ഛൻ എന്നെ സ്കൂളിൽ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ഞാൻ അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഒക്കെ ഉമ്മ കൊടുത്തിട്ടായിരുന്നു പോകുന്നത്. ഉമ്മ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ലവ് പ്രകടിപ്പിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ഓഫ് ലവ് നമ്മുടെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കെട്ടിപ്പിടിക്കുക, ഉമ്മൊക്കെ. അത് കണ്ടിട്ട് പേരൻസ് ഇതൊന്നും കാണുന്നില്ല എന്ന് ചോദിക്കുന്നത് അതെന്താ? നമ്മളെന്തോ 18 വയസ്സിന് താഴെയുള്ള പിള്ളേരാണോ?
അങ്ങനെയുള്ള എന്തോരം കുട്ടികൾ എന്ത് നല്ല രീതിയിൽ റീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കൊച്ചു പിള്ളേര് പറയുന്ന കേട്ടല്ലോ. നമ്മളിതൊരു മുതുക്ക് പിടിച്ച രണ്ടെണ്ണങ്ങള് വന്നിട്ട് കാണിക്കുന്നുണ്ട്. പിള്ളേര് അച്ഛനും അമ്മയും കാണുന്നില്ല, അടിക്കുന്നില്ല, പിടിക്കുന്നില്ല. ഇത് എന്തൊരു ചോദ്യം ഇതൊക്കെ. എന്റെ അനിയന്റെ ഒക്കെ കഥകൾ കേൾക്കുമ്പോ ഞാനൊന്നും ഒന്നുമല്ല ചിലപ്പോ തോന്നിപ്പോ. അനിയന്റെ പേര് പറയണോ? മെൻഷൻ ചെയ്യണോ ഗൈസ്? നമ്മളായിട്ട് കാണുക, അല്ലാണ്ട് നമ്മള് ഇപ്പം എനിക്ക് ഇനിയിപ്പം ഒരാള് അങ്ങനെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി മാറിയിട്ടുണ്ട്. എനിക്ക് വയ്യ ഗൈസ്. ഞാനിപ്പം കമന്റ്സ് ഒക്കെ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കാണുമ്പോ ചിരിക്കും. ഫസ്റ്റ് ചെയ്ത് ഭയങ്കര ചിരിയാ. ചിലത് കാണുമ്പോ അവരെ ബ്ലോക്കും ചെയ്യും. ഞാൻ ബ്ലോക്ക് ചെയ്യും. കൊറേ എക്സ്ട്രീം ചിലത് ഒരാള് തന്നെ ഇങ്ങനെ കൊണകൊണകൊണകൊണാന്ന് ഇങ്ങനെ ചിലപ്പോ നമ്മളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി അവര് ശ്രമിക്കാൻ നമുക്ക് അവരുടെ ആവശ്യമില്ല. ഞാൻ ബ്ലോക്ക് ചെയ്യും. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് വിഷമമില്ലേ? നിങ്ങൾ കരയാറില്ലേ? നമ്മള് കരഞ്ഞിട്ടുള്ളത് പോലെ എല്ലാരും കരഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഒത്തിരി കരഞ്ഞിട്ടുള്ളതാണ്. നമ്മളിപ്പോ കരയുന്നില്ലെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ഇരുന്ന് കരയും. കണ്ടോ, നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകള് നമ്മുടെ പ്രശ്നങ്ങള് നമ്മള് അല്ല കണ്ടോ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. നമ്മുടെ പ്രയാസങ്ങളൊന്നും ഭൂരിഭാഗവും ഒന്നും നിങ്ങളോടൊന്നും നമ്മള് ഷെയർ ചെയ്തിട്ടില്ല, ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ എന്തെങ്കിലും മാറും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ജീവിക്കുകയാണ്. എന്തെങ്കിലും മാറും. നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. വിഷമമുണ്ട്. കരഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനേ സമയം കാണുള്ളൂ. കരയാതിരിക്കുന്നില്ല. ഞാനും യദുകൃഷ്ണയും കരയാറുണ്ട്, നന്നായിട്ട് കരയാറുണ്ട്, കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടുകാര് കരയാറുണ്ട്, എല്ലാരും കരയാറുണ്ട്. വിഷമമില്ലാത്ത മറ്റേ സിനിമയ്ക്കകത്ത് നിവിൻ പോളി പറയുന്ന പോലെ കരയാത്ത മനുഷ്യരുണ്ടോ? ജേക്കബിന്റെ സർവേ അല്ല, ഞണ്ടുകളുടെ നാട്ടിൽ ഒരു വിളക്കാത്ത പോലെ കരയാത്ത മനുഷ്യരില്ല. എല്ലാരും കരഞ്ഞിട്ടുണ്ട്. വാഴ കണ്ടിട്ട് നിങ്ങളൊക്കെ കരഞ്ഞോ ഗൈസ്? ഞാൻ കരഞ്ഞു ഗൈസ്. രണ്ടാമത്തെ വാഴക്കകത്ത് ഞാനുണ്ട്. നിങ്ങൾക്ക് എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഡയറക്ടർ ഇപ്പോഴായിരിക്കും അറിയത്. അപ്പൊ അത്രയൊക്കെ ഉള്ളു ഗൈസ് ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ കല്യാണം ഉണ്ട് ഗൈസ് ഈ വർഷം തന്നെ. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും നമ്മളിനി മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പൊ നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യണി. നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കും. അപ്പോ ഇത് ആദ്യമായിട്ട് കാണുന്നവര് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനല് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക ഗൈസ്. മീൻസ് നമ്മള് കൊറേ ഷോർട്സ് ആയി ഇപ്പൊ ചെയ്ത് കൂടുതലും ഷോർട്സ് ആണ് ചെയ്യാറുള്ളത്. വീഡിയോ ചെയ്യാതിരിക്കാൻ കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ എന്നും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നാണ് ഗൈസ്. കാര്യം ഒന്നെങ്കിൽ രാവിലെ അവൻ ഇങ്ങോട്ട് വരും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോകും. സെയിം സാധനം തന്നെ നമ്മൾ കുറെ ഇപ്പൊ ക്ലോത്തിങ് ബിസിനസ്സും കൂടെ ഉള്ളതുകൊണ്ട് അതിന്റെ കുറച്ച് വീഡിയോസ് എടുക്കും. അല്ലാണ്ട് എന്തെങ്കിലും വീഡിയോസ് എടുക്കും, കഴിക്കും, കിടക്കും, ഇരിക്കും. ഇത് തന്നെ, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലോങ് വീഡിയോ ഇടാൻ പറ്റാത്തത്. നമ്മളെ കല്യാണം എനിക്ക് തോന്നുന്നു നമ്മുടെ കല്യാണത്തോട് അടുക്കുമ്പോഴും കല്യാണം കഴിയുമ്പോഴത്തേനും കുറച്ച് വ്ലോഗും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. പക്ഷെ വരുമായിരിക്കും, എല്ലാരും നന്നായി സപ്പോർട്ട് ചെയ്യും. വരുമായിരിക്കും എന്നല്ല, വരും ഗൈസ്. അപ്പൊ വരും. അപ്പൊ എല്ലാരും നമ്മുടെ വ്ലോഗ് ഒക്കെ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വ്ലോഗ് എടുത്തതെന്നൊന്നും ഞാൻ പറയത്തില്ല, ഞാനിടും. ഭയങ്കര അഹങ്കാരിയായി വരുന്നുണ്ട് ഞാൻ. ചുമ്മാ കേസ്, ഞാൻ ഭയങ്കര പാവാ. അപ്പൊ അത്രയ്ക്കുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. സൈനിങ് ഓഫ്. ബൈ.